സുപ്രധാനമായ ഒരു വാർത്ത എത്തിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാവും. കേവല ഭൂരിപക്ഷം വിജയ്ക്ക് ഉറപ്പായിരിക്കുന്നു. CPM-ഉം CPI അടക്കം ഭൂരിപക്ഷം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. യോഗത്തിൽ അതോടുകൂടി വിജയ്ക്ക് 117 സീറ്റ് എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് വിജയ് എത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും CV അനുമോദാണ് ചേരുന്നത്. അനുമോദ, എന്താണ് ഏറ്റവും ഒടുവിലെ അവസ്ഥ? കിരൺ, CPI-യുടെ പ്രസ്താവന പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ നിരുപാധിക പിന്തുണ വിജയ്ക്ക് നൽകുന്നതായിട്ടുള്ള പ്രഖ്യാപനം, അവരുടെ വാർത്താക്കുറിപ്പ് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ഇതിനകം വിജയ്ക്ക് നൽകിയ കത്തും പുറത്തു വന്നിട്ടുണ്ട്. അതായത് മറ്റൊരു ഉപാധികളുമില്ലാതെയാണ് ഇത്തരത്തിൽ വിജയ്ക്ക് TVKക്ക് പിന്തുണ നൽകുന്നത് എന്നാണ് CPI വ്യക്തമാക്കിയിട്ടുള്ളത്. സർക്കാർ രൂപീകരിക്കാൻ പിന്തുണ, സുസ്ഥിര മതേതര ജനാധിപത്യ സർക്കാരിനായിട്ടുള്ള പിന്തുണ എന്നാണ് CPI-യുടെ കത്തിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം CPM-ന്റെ യോഗത്തിന് ശേഷം അവരും നിലപാട് പ്രഖ്യാപിക്കും. പിന്നാലെ VCKയുടെ തീരുമാനം ഒരുപക്ഷെ നാളെ രാവിലേക്കായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. CPM-ന്റെയും CPI-യുടെയും യോഗശേഷം ഓൺലൈനായിട്ട് യോഗം വിളിക്കുമെന്നാണ് VCK നേതാവ് തിരുമാവളവൻ പ്രഖ്യാപിച്ചിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. അത് ഒരുപക്ഷെ തീരുമാനം നാളേക്കായിരിക്കും ഉണ്ടാവുക. എന്നാലും വിജയ്ക്ക് പിന്തുണ നൽകാൻ തന്നെയാണ് ഇടതു പാർട്ടികളുടെയും അതുപോലെ തന്നെ VCKയുടെയും തീരുമാനമെന്നാണ് ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയുമില്ലാതെ വിജയ്ക്ക് ഇനി അധികാരത്തിലേറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. ഇന്ന് 4:30 വിജയ് വീണ്ടും ഗവർണറെ കാണുമെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും, സൂചന ഉണ്ടായിരുന്നെങ്കിലും അത് 6:30 ആക്കി മാറ്റിയതായും വിവരമുണ്ട്. ഒരുപക്ഷെ ഇനി VCKയുടെ നിലപാട് കൂടി വ്യക്തമാക്കിയതിനു ശേഷമേ അദ്ദേഹം ഗവർണറെ കാണൂ എന്നും അറിയേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഒരു അനിശ്ചിതത്വം തമിഴ്നാട്ടിൽ നിന്ന് അകലുകയാണ്. CPI, CPM, VCK പാർട്ടികൾ അവരുടെ 2 MLA-മാർ വീതം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതോടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് വിജയുടെ TVKക്ക് എത്താൻ സാധിക്കുകയും അതുവഴി ഭരണത്തിലേറാൻ സാധിക്കുകയും ചെയ്യും. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോ നാളെയോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതുവരെ ഉണ്ടായിരുന്ന മറ്റ് അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കൊക്കെ ഇതോടെ വിരാമമാവുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, DMKയുടെ സഖ്യകക്ഷികളാണ് ഈ 3 പാർട്ടികൾ എന്നതുകൊണ്ട് തന്നെ വിജയുടെ ഭരണത്തിന്മേൽ DMKയുടെ ഒരു അദൃശ്യ സാന്നിധ്യം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഭരണത്തിലാണെങ്കിലും DMKയുടെ ഒരു അദൃശ്യമായ നിയന്ത്രണം ഈ പാർട്ടികൾക്ക് മേൽ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും വിജയുടെ ഭരണത്തിലും അതുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് ഭരണത്തിലേറാനുണ്ടായിരുന്ന പ്രതിസന്ധി ഈ 3 പാർട്ടികളുടെ പിന്തുണ ലഭിക്കുന്നതോടെ ഇല്ലാതെയാകും. അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ വിജയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാനാകുന്നത്. കിരൺ, എങ്ങനെയായിരുന്നു അനുമോദ ഈ ഇത്തരം ഒരു പിന്തുണയിലേക്ക് CPM-ഉം CPI അടക്കമുള്ള പാർട്ടികളൊക്കെയും എത്തിയത്? ഇന്നലെ അടക്കം അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. DMKയുടെ കൂടി അഭിപ്രായം മാനിക്കുമെന്നൊക്കെ CPM നേതാക്കളും CPI നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് അത്തരം ഒരു നിലപാടിലേക്ക് അവർ ഒടുവിലെത്തിയത്? കിരൺ, ഇത് പ്രായോഗികമായിട്ട് ഇത് മാത്രമാണ് മുൻപിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്നാണ് വ്യക്തമായിട്ടുള്ളത്. നേരത്തെ വിജയ്ക്ക് ബദലായിട്ട് മറ്റാരെങ്കിലും എന്നൊരു ആലോചന വന്നെങ്കിൽ പോലും ആർക്കും പൂർണ്ണമായിട്ടും ഈ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരു സാഹചര്യമല്ല. കാരണം DMKയും ADMKയും ഒന്നിച്ച് കൈകോർത്താൽ ഒരുപക്ഷെ ഈ കേവല ഭൂരിപക്ഷം കിട്ടും. പക്ഷേ അതിന് DMKയുടെയും ADMKയുടെയും ഒപ്പമുള്ള ഘടകകക്ഷികൾ കൂടി തയ്യാറാകണം. പക്ഷേ ഒരിക്കലും പട്ടാളി മക്കൾ കക്ഷിയും അതുപോലെ തന്നെ VCKയും ഒരുമിച്ച് കൈകോർക്കാൻ തയ്യാറാകാത്തവരാണ്. രണ്ടും 2 നിലപാടുകളുള്ളവരാണ്. 2 പാർട്ടിയുടെ തത്വങ്ങൾ 2 തരത്തിലുള്ളവരാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് ഒന്നിക്കാൻ കഴിയില്ല. മാത്രമല്ല BJPയുടെ കൂടെ CPI-യോ CPM-ഓ IOM-ല്ലോ അതുപോലെ തന്നെ CVK-യോ ഒന്നും തന്നെ ഭരണത്തിലേറാൻ തയ്യാറാവുകയില്ല. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ DMKയും ADMKയും മാത്രം കൈകോർത്താൽ ഒരിക്കലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഉണ്ടാകാൻ പോകുന്നത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല കേവല ഭൂരിപക്ഷം ജനഹിതം വിജയ്ക്ക് അനുകൂലമാണെന്ന് സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിജയെ ഭരിക്കാൻ അനുവദിക്കുക, 6 മാസം എങ്ങനെ പോകുന്നു എന്ന് നോക്കട്ടെ എന്ന സ്റ്റാലിന്റെ പ്രസ്താവന തന്നെയാണ് CPI-യുടെയും CPM-ന്റെയും VCKയുടെയും ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രായോഗികമായിട്ട് നടപ്പാകാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ഈ അനിശ്ചിതത്വത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇത് മാത്രമാണെന്ന തിരിച്ചറിവിലാണ് ഈ ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയ്ക്ക് മേൽ അദൃശ്യമായൊരു കടിഞ്ഞാൺ DMKക്ക് ഈ 3 സഖ്യകക്ഷികളുടെ പിന്തുണ നൽകുന്നതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. അതുവഴി സ്റ്റാലിന് പൂർണ്ണമായിട്ടും അധികാരങ്ങൾ കൈവിടാതെ ഒരു നിയന്ത്രണം ഭരണത്തിന് മേൽ കൊണ്ടുവരാനും ഈ ഒരു സഖ്യകക്ഷികളുടെ പിന്തുണ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പ്രായോഗികമായിട്ടുള്ള ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഈ 3 പാർട്ടികളും എത്തിയിരിക്കുന്നത്. കിരൺ, സത്യപ്രതിജ്ഞ സംബന്ധിച്ചും ഈ പാർട്ടികളുടെ എപ്പോഴാണ് സത്യപ്രതിജ്ഞ ഉണ്ടാവുന്നത് എന്നത് സംബന്ധിച്ചും മന്ത്രിമാരെയൊക്കെ സംബന്ധിച്ച് ഇവർ മന്ത്രിസഭയിൽ അംഗങ്ങളാകുമോ അതോ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുമോ, അത്തരം കാര്യങ്ങളിലൊക്കെ ധാരണയായിട്ടുണ്ടോ?
അത്തരം കാര്യങ്ങളിലേക്ക് ധാരണയായിട്ട് വരേണ്ടതുണ്ട്. പലരും പല നിരുപാധിക പിന്തുണ CPM പറയുമ്പോഴും അവർ എന്തൊക്കെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമോ അത് ഒരുപക്ഷെ CPM-ന്റെയും VCKയുടെ നിലപാടുകൂടി അറിഞ്ഞതിന് ശേഷമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകാനാകൂ. അവരുടെ യോഗങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. പിന്തുണ നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ വിജയ്ക്ക് മുമ്പിൽ ഒരു ഡിമാൻഡായിട്ട് ആവശ്യമായിട്ട് വെക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. തിരുമാവളവൻ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചേക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ വിജയ്ക്ക് വലിയ വിലയാണ് ഈ ഒരു സഖ്യത്തിനായിട്ട് പിന്തുണയ്ക്കായി കൊടുക്കേണ്ടി വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഭരണത്തിലേറുകയാണ് പ്രധാനം എന്നതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആശയങ്ങൾ ആണെങ്കിൽ ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ വിജയുടെ ആശയവുമായിട്ട് ഒന്നിച്ചു പോകുന്നവരല്ലെങ്കിൽ പോലും ഭരണത്തിലേറാൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവർ DMK-യുടെ പിന്തുണയോടെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് വേണം കരുതുവാൻ. എന്ന് തന്നെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കും എന്നുള്ളത് നമുക്ക് ഒരു മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. VCK-യുടെ പിന്തുണ നാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞായറാഴ്ചയോടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അതിനിടെ വിജയ് ഇന്ന് വൈകുന്നേരം ഗവർണറെ കണ്ടേക്കും തരത്തിലുള്ള സൂചനകളുമുണ്ട്. അത് സംബന്ധിച്ചും കുറച്ചുകൂടി വ്യക്തത കൈവരാനുണ്ട്. കിരൺ. ശരി, ഞങ്ങളുടെ പ്രതിനിധി CB അനുമോദാണ് ചെന്നൈയിൽ നിന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. എന്തായാലും ചെന്നൈയിൽ വിജയ് അടുത്ത മുഖ്യമന്ത്രിയായി മാറുന്നു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ സമയമൊക്കെ പിന്നീട് പ്രഖ്യാപിക്കും. എന്തായാലും അവിടെ ഭൂരിപക്ഷം ഉറപ്പാക്കിയിരിക്കുന്നു വിജയുടെ പാർട്ടി VCK. അങ്ങനെ എന്തായാലും തമിഴ്നാട്ടിൽ ഒരു വലിയ ഭരണമാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയാണ്. നമ്മൾ വീണ്ടും മടങ്ങി ന്യൂസ് 18 പൊതുവേദിയിലേക്ക് എത്തുകയാണ്.